MRC ഗ്യാങ്ങിലെ ഈഗോ തല്ലുപിടി. MRC തൊപ്പി വേഴ്സസ് MRC ഷമീർ. എന്താണ് സംഭവിച്ചത്? ഷമീർ അപ്ഡേറ്റ് ഷമീർ എന്താ അപ്ഡേറ്റ് ചെയ്യാൻ? എന്താ ഐഫോൺ സോഫ്റ്റ്വെയർ ഷമീർ അപ്ഡേറ്റ് ചെയ്യാൻ ചെറുതായിട്ട് നോക്കും പോലെ പറയുന്നു. അന്ന് അതിന്റെ മോനെ കുറിച്ച് ഇവിടെ പറയരുത് കേട്ടോ, ഞാൻ കാര്യം പറയല. ഒരു കാര്യം, ഞാൻ ഇവിടെ ഇത് കളിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ 10-40 വയസ്സായ അച്ചായൻ ഇവിടെ ഉണ്ടായിരുന്നു, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായ വിക്കീത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, നിയാദ് ഇവിടെ ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ അസ്പാക്ക് ഇവന്റെ ബായിലെ അണ്ണാക്കില് പിരിവെട്ടിയാന്ന്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, കോൺട്രവേഴ്സിയും കാര്യങ്ങളൊന്നുമല്ല, ചെറിയൊരു ഈഗോ വേണം. ഓക്കെ, സോ ടൈറ്റില് MRC തൊപ്പി MRC ഷമീർ ഗ്യാങ് ഇഷ്യൂ അല്ല, എന്തോ ലൈവിൽ ചെറുതായിട്ടെന്തോ പറഞ്ഞ് അതിന്റെ ഒരു ചെറിയൊരു ക്ലാഷ്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇതൊരു വലിയ കണ്ടന്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ചെറിയതായിട്ട് ആർക്കും അറിഞ്ഞുകൂടാന്ന് തോന്നുന്നു. അത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സീക്രട്ട് ഏജന്റ്. നമുക്കൊന്ന് കണ്ടുനോക്കാം എന്തൊക്കെയോ സീക്രട്ട് ഏജന്റ് കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. സോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഷമീറിനെ കുറിച്ച് വേറൊരാളുടെ ലൈവില് തൊപ്പി വന്ന് പറഞ്ഞ കാര്യങ്ങളും, ഷമീർ വീണ്ടും ലൈവ് ഇടാൻ തുടങ്ങി ഇപ്പൊ കഴിഞ്ഞ 1-2 ദിവസമായിട്ട്. അതെ, ഷമീർ ലൈവ് ഇടാൻ തുടങ്ങിയത് ഗ്യാങ് ഹൗസിലല്ല, ഷമീറിന്റെ വീട്ടിൽ PC ഒക്കെ റെഡിയാക്കി ലൈവ് അങ്ങ് തുടങ്ങി. കാരണം മിക്കവരും കമന്റ് ഇടുന്നുണ്ട്, ഷമീർ കണ്ണൂർ കിങ് ഈസ് ബാക്ക്, കമോൺ. കാരണം RP കുറെ പേര് മിസ് ചെയ്യുന്നുണ്ട്. കിടിലിന് RPയും കാര്യങ്ങളുമാണ്. MRC GTA ലീഡർ അല്ലേ, സോ അതുകൊണ്ട് ഷമീർ തിരിച്ചു വന്നു. തൊപ്പി പറഞ്ഞ കാര്യങ്ങൾക്ക് ഷമീറിന്റെ ഒരു റിയാക്ഷനും, പിന്നെ മൊത്തത്തിൽ ഈ ഒരു ഗ്യാങ്ങിൽ ഈ ഒരു ഇഷ്യൂ വരും. ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈഗോ പൊട്ടുന്നു. അതൊക്കെ ഭയങ്കര വിസിബിൾ ആയിട്ട് പുറം ലോകത്ത് ഇവരെ വ്യൂവേഴ്സിന് അത് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തും എന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി ഇത് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ വെച്ച് ഞാൻ അന്ന് പ്രഡിക്റ്റ് ചെയ്തതാണ്. അത് കണ്ടതിന് ശേഷം തൊപ്പി നീ എങ്ങനെയുള്ളതാണ് പ്രഡിക്റ്റ് ചെയ്തതെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ട്, അതെ ഒരു കമന്റ് കണ്ടു ഗൈസ്, ഇവന്മാർ ഇപ്പോ ഫീൽഡ് ഔട്ട് ആണ്, ഒന്ന് ട്രാക്കിൽ കയറാനുള്ള സ്ക്രിപ്റ്റ് ആണ്, അത്രേ ഉള്ളൂ എന്നൊക്കെ കമന്റ് ഇട്ടിരിക്കുന്നു. അത്രയ്ക്ക് ഫീൽഡ് ഔട്ട് ഒന്നും അല്ല ഗൈസ്, ഫീൽഡിൽ ഇപ്പോഴും ഉള്ളതാണ്. ഞാൻ റിപ്ലൈ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റ് റെലവൻ്റ് ആയിട്ട് കാണാൻ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ തോന്നാത്ത, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ഇത് കാണാത്ത ആൾക്കാരാണ് നിങ്ങൾക്ക് ഈ വീഡിയോ പ്ലേ ഡ്രോപ്പ് ചെയ്ത് പോകട്ടെ. കാരണം ഞാൻ MRC തൊപ്പിയും തൊപ്പിയുടെ ഗ്യാങ്ങും തൊപ്പി കണ്ടന്റുകൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ MRC ഗ്യാങ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടായാൽ എന്നോട് ഒരുപാട് പേര് വീഡിയോ ചെയ്യോ എന്ന് ചോദിച്ചിട്ടുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് വേണം. എനിക്ക് വന്ന് പേഴ്സണലി അയച്ചു തരാറുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഈ ഷമീർ തൊപ്പി സീന് എനിക്ക് കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ടൈമിലൊക്കെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ, തൊപ്പി വന്നിട്ടൊരു കാര്യം പറഞ്ഞു, ഷമീറിന് പറയാനുണ്ടെങ്കിൽ ഷമീർ പറയണമല്ലോ. ഒന്നാമത്തെ വിഷയം, ഇവരുടെ ഈ യൂണിവേഴ്സിനകത്ത്, അതെ ഇവരുടെ യൂണിവേഴ്സിനകത്ത് ഒരുപാട് സ്ക്രിപ്റ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഏത് സ്ക്രിപ്റ്റ് ഏത് ഒറിജിനൽ അറിയാൻ പറ്റില്ല, അതല്ലേ MRC തൊപ്പി യൂണിവേഴ്സിനകത്ത്. ഇതിനകത്ത് സ്ക്രിപ്റ്റ് ഏതാ റിയാലിറ്റി ഏതാന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. കാരണം ഇവന്മാരൊക്കെ സ്ക്രിപ്റ്റിന് ഭയങ്കര കിങ്ങുകളാണ്. എസ്പെഷ്യലി തൊപ്പി കണ്ടന്റ് എങ്ങനെ മിൽക്ക് ചെയ്യണം, എവിടുന്ന് മിൽക്ക് ചെയ്യണം, അതെങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളതൊക്കെ തൊപ്പിയേക്കാൾ കൂടുതൽ അറിയുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഇല്ല കേരളത്തിൽ നിന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ആ വിഷയത്തിൽ തൊപ്പി കിങ് ആണ്. അപ്പോൾ കമ്മിങ് ടു ദിസ് മാറ്റർ, ഇതിൻ്റെ ഒരു ബിൽഡപ്പ് നമ്മൾ കുറച്ച് ഇവരുടെ മാസങ്ങൾക്ക് മുമ്പുള്ള ഗ്രൂപ്പ് ലൈവിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇഫ് ഐ എം നോട്ട് റോങ്, ഇതൊക്കെ തുടങ്ങുന്നത് തൊപ്പി ലൈവ് ചെയ്യൽ നിർത്തുന്നു, ഷമീറിനെ കൊണ്ടും ജാസീനെ കൊണ്ടും റാംബോനെ കൊണ്ടും. അതെ, MRCയിലുള്ള എല്ലാവരെ കൊണ്ടും ലൈവ് ചെയ്യിപ്പിക്കുന്നു. കാരണം അവർക്കൊരു ഇൻകം അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് ഒക്കെ ലൈവ് ചെയ്യിക്കുന്നു. അങ്ങനെ ഒരു സൈഡിലൂടെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സാധനങ്ങൾ സെറ്റപ്പ് ആക്കി കൊടുക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടന്റ് എന്താണെന്ന് കണ്ടുനോക്കാം. ഓക്കെ, അതൊക്കെ നമുക്കൊന്ന് നോക്കണം. ഓക്കെ, ആദ്യം തൊപ്പി ഷമീറിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഷമീർ അപ്ഡേറ്റ് ഷമീർ എന്താ അപ്ഡേറ്റ് ചെയ്യാൻ? എന്താ ഐഫോൺ സോഫ്റ്റ്വെയർ ഷമീർ അപ്ഡേറ്റ് ചെയ്യാൻ ചെറുതായിട്ട് നോക്കും പോലെ പറയുന്നു. അന്ന് അതിന്റെ മോനെ കുറിച്ച് ഇവിടെ പറയരുത് കേട്ടോ, ഞാൻ കാര്യം പറയല. ഇത് എന്റെ ചാനലിലുള്ള ആരുവാന്നല്ലോ. ഷമീർ എന്താ ഷമീർ നാട്ടില് എടാ പോയട്ടാ, ഇതെന്താ ചെക്കന്റെ ലൈവിൽ വെച്ച് ഷമീർ ആരുടെ ലൈവിൽ പോയിട്ടും ഷമീറിന്റെ പേര് സ്പാം ചെയ്യുന്നു. മമ്മൂന്റെ ലൈവിൽ ഇന്നലെ ഞാൻ ആരോ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാരും ഷമീറിന്റെ പേര് സ്പാം ചെയ്തിട്ട് മമ്മൂന് ഗ്രൂപ്പിൽ വന്ന് തൊപ്പി അങ്ങനെ പറഞ്ഞു.
ഷമീർ അമ്മാർജി ഗ്യാങ് ലീവ് ചെയ്തോന്നാ? ഇതുവരെ ലീവ് ചെയ്ത് ഞാൻ അറിയാണ്ട് ലീവ് ചെയ്തോന്ന് എനിക്കറിയില്ല. ഇതൊക്കെ വേറെ കമന്റ് ഇട്ട് ഒരു കണ്ടന്റ് ആക്കുകയാണ് ആൾക്കാര്. ഇതുവരെ ലീവ് ചെയ്തായിട്ട് അറിയില്ല. നീയാന്നപ്പോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആള്. എനിക്ക് തോന്നുന്നത് നിജാൻ എന്ന് പറഞ്ഞൊരുത്തനുണ്ട്. നിജാനാന്നപ്പോ എനിക്ക് തോന്നുന്നു അമ്മാർജിന്റെ പുതിയ മാനേജ്മെന്റ് നിജാനാന്ന് തോന്നട്ടാ. നിജാൻ പറയുന്നത് ഷമീർ അമ്മാർജി ഗ്യാങ് ലീവ് ചെയ്തോന്നാ. അപ്പൊ ഇവനാന്ന് എനിക്ക് കാര്യങ്ങൾ നോക്കുന്നതാ. എല്ലാരും നിജാൻ പറയുന്നത് കേൾക്കണേ. നിജാനാണ് ഇനി അൾട്ടിമേറ്റ് തീരുമാനം എടുക്കുന്ന ആള്. ഓന്റെ പേര് മൈര. പക്ഷെ ഞങ്ങൾ ഇത് തൊപ്പിയുടെ ലൈവ് അല്ല ഗൈസ്, വേറെ മറ്റേ പയ്യന്റെ ലൈവ് ആണെന്ന് തോന്നുന്നു. ഷമീറിന് വേണ്ടിയല്ലേ പറയുന്നത്? അതൊന്ന് മനസ്സിലാക്കിക്കൂടെ? എന്താന്ന് ഞാൻ മനസ്സിലാക്കണ്ട, എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെ ഓന്റെ വീട്ടിൽ അവൻ വരുന്നില്ല, മനസ്സിലാവും. അവൻ കുറച്ച് ദിവസമായിട്ട് വരുന്നില്ല. അവിടെ എന്തെങ്കിലും തിരക്കായിരിക്കും. അതിന് ഞാൻ എന്ത് ചെയ്യണോ? ഞാൻ എന്താക്കണ്ട? അപ്പൊ കാല് പിടിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും? അത് എനക്കൊണ്ട് പറ്റൂല. ഞാൻ കാര്യം പറയല, അതൊന്നും എന്നെക്കൊണ്ട് പറ്റൂല. വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കുന്നില്ല. ഇത് ഞാൻ ഒരു കാര്യം പറയാം, കഴിഞ്ഞ 2 ആഴ്ച എന്നെ വിളിച്ചിട്ടില്ല. ഓക്കെ, എന്നെ വിളിച്ചിട്ടില്ല. എനക്ക് അങ്ങനെ പോയി കാല് പിടിക്കല് ഇതൊന്നും എനക്ക് നടക്കൂല. അതെ അതെ, ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെയൊക്കെ ലൈവ് ഇരുന്നിട്ട് പറഞ്ഞതാണ്. അവര് എന്തായാലും രണ്ടുപേരും ബെസ്റ്റ് കോംബോ ആണ്. ഓക്കെ, മനസ്സിലാവും. ഷമീർ ഇങ്ങോട്ട് വിളിക്കട്ടെ. എടാ ഗെയിം സൗണ്ട് ഇല്ലാന്ന്. നിങ്ങൾ ഷമീറിനോട് പോയിട്ട് പറ, എന്നെ വിളിക്കും. സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ലേ? അപ്പൊ മറ്റങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾ ഷമീറിനോട് പോയിട്ട് പറ, എന്നോടല്ല പറയണ്ടത്. മനസ്സിലാവും. സൗണ്ട് കുറവാണ്. എന്നെ വിളിച്ചിട്ടില്ല 2 ആഴ്ചയായിട്ട്. എനി ഇഗോ തൊപ്പി പ്ലീസ് കം ബാക്ക് ഷമീർ. എനക്ക് ബ്രോ ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്റെ ലൈഫില് എനക്ക് ഈ ഗ്യാങ് എന്റെ ലൈഫിൽ ഇല്ലായിരുന്നു, എനിക്ക് എത്രത്തോളം എന്തെങ്കിലും ചെയ്യായിരുന്നു അറിയോ? എന്നിട്ട് ഞാൻ എന്റെ എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് ഗ്യാങ്ങിലുള്ള ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഇത്രയും ചെയ്ത് അതിൽ ഏറ്റവും മെയിനായിട്ട് വേറെ ആർക്കും കൊടുക്കാത്ത സപ്പോർട്ടാണ് ഞാൻ ഷമീറിന് കൊടുത്തത്. അല്ല, എന്റെ ലൈഫ് തന്നെ ഞാൻ മാറ്റി വെച്ച് സാക്രിഫൈസ് ചെയ്ത് ഓനക്ക് വേണ്ടി ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും പുഷ് ചെയ്ത് വേറൊരാൾക്കും അത്രയും പുഷ് ചെയ്യാൻ കൊടുത്തില്ല. റാംബോയിൽ ഇപ്പോഴും പറയും, മനസ്സിലാ, ഒരാൾക്കും കൊടുത്തില്ല. അത്രയും പുഷ് ചെയ്ത് മൊത്തം സാക്രിഫൈസ് ചെയ്ത് ഇറങ്ങി. എന്നിട്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് ഓനോട് ഈഗോ ആണ്. എന്നിട്ട് ഓനോട് ചെയ്തറിയാം തായോളി തന്തയിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, നമ്മൾ കണ്ടില്ല. സോ എന്തായാലും ഒരുത്തൻ കമന്റ് ഇട്ട് വെച്ചിരിക്കുന്നത് അസ്പാക്ക് വന്നത് തൊട്ടാണ് ആ വാണം ഷമീറിന് ഈഗോ ആണ്. ഫസ്റ്റ് തൊട്ടേ ഇന്ന് ഈ സമയം വരെ കാണുന്നത് കൊണ്ട് പറയുക, മുനു മമ്മു അല്ലാണ്ട് ഒരുത്തനും അവിടെ നൻപട. ഇത് സ്വന്തം കാര്യം നോക്കി പോകുന്ന ഓമാർ. കൊള്ളാം. പറയുന്നില്ല. എന്റെ അടുത്ത് ആളുണ്ടേ. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, മനസ്സിലായി. എനിക്ക് ഓൻ വന്ന് പറയട്ടെ. ഓൻ പറയട്ടെ. ഓൻ വന്ന് എന്റെ കാല് പിടിക്കട്ടെ. അങ്ങനെയാണ് നോക്കെ. ഞാൻ അങ്ങോട്ട് വിളിക്കൂല, ഓൻ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഓക്കെ, ഇതാണ് സ്ക്രിപ്റ്റ് ആണോ എന്താണോ നമുക്കറിയില്ല. ഓക്കെ, കുറച്ച് ഭാഗം ബാക്കിയുണ്ട്, അതും കൂടി ഞാൻ വെക്കാം. ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കിതൊരു എന്താ പറയുക, സ്ക്രിപ്റ്റായിട്ടുള്ള ഫീലിംഗ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊക്കെ വിവരം കുറച്ച് ആളുകളിൽ നിന്ന് നമുക്കറിയാൻ പറ്റും. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് സംതിങ് സീരിയസ് ഹാപ്പൻഡ്. ഓക്കെ, മിക്കവാറും അതിൻ്റെ ഒരു എസ്കലേഷൻ വന്നിട്ടുണ്ടാവുക ഈ പറഞ്ഞ അഷ്ഫാഖിൻ്റെ വരവും പിന്നെ ആ ഒരു ഷെഡ്ഡി ഡാൻസ്, ഷമീറിൻ്റെ ഷെഡ്ഡി ഡാൻസും. അതെ, അവനെ മാത്രം കൊണ്ട് ഷെഡ്ഡി ഡാൻസ് കളിപ്പിച്ചു. അതിനുശേഷം ആ ഒരു ഇത് സ്പിന്നിങ് ചെയ്ത് മാച്ച് കളഞ്ഞു. അതൊക്കെ ഒരു ചെറിയൊരു ഈഗോ അടിച്ചു കാണും. അതിനുശേഷം അസ്പാക്കായിട്ട് ലൈവിൽ ചെറിയൊരു ക്ലാഷ്, അതൊക്കെ ആയിരിക്കാം. അതിന് മുമ്പ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതെല്ലാം കാരണം ഒരു ഈഗോ ക്ലാഷ്. ഓക്കെ, ഡെഫിനറ്റ്ലി ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എഗെയിൻ അവിടെ തൊപ്പി പറഞ്ഞൊരു സാധനം, അത് തൊപ്പി തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. ഒരു ഗ്യാങ് ബിൽഡ് ചെയ്യാം. എന്താ പറയുക, നോട്ട് ബിഗ് ക്രൈം എന്ന് പറയാം. ബിൽഡ് ചെയ്തോ. ഞാൻ അങ്ങനത്തെ ഒരു ഗ്യാങ് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് വിസിബിൾ അല്ലെങ്കിലും എൻ്റെ ലൈഫിൽ ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് ബട്ട് സ്റ്റിൽ എന്നെ റിവോൾവ് ചെയ്ത് ഞാനൊരു ഗ്യാങ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു ബിട്രയിലോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ചതി വഞ്ചന കാര്യങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതെ, ഉറപ്പായും ഉണ്ടാവാം. അടുത്ത ക്ലിപ്പ് നമുക്ക് കണ്ടുനോക്കാം. വ്യൂവർഷിപ്പ് ഉണ്ട്, അത് തൊപ്പിക്ക് ശേഷം കൂടുതലുമായിരുന്നു ഈ അടുത്ത കാലത്തൊക്കെ. കാരണം ഇവരെ കമ്പൈൻ ലൈവ്, ടീം ലൈവിനകത്ത് അത് ഭയങ്കര വിസിബിളാണ്. ചാറ്റിനകത്ത് വിസിബിൾ ആയിരുന്നു. അപ്പോഴാണ് ആ ഷെഡ് കേസും അടിപിടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഫാമിലി ഓഡിയൻസിനെ അത്രേ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവ ഷഡ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഇവരൊക്കെ അല്ലേ ചെയ്യിപ്പിച്ചത്. സ്പിന്ന് വന്നു കയറിക്കേ.
ഇത് ഇവനടക്കം കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ ഇത് ചെയ്തത്. ഇവിടെ മുതിർന്ന കല്യാണം കഴിഞ്ഞ അച്ഛനുണ്ട്, ഇവനുണ്ട്, അസ്പാക്കുണ്ട്, എല്ലാം ഓനോടുണ്ട്. ഇവിടെ ഉണ്ടാവുമ്പോ എന്നെ ചെയ്തത്, ഇവിടെ ഉണ്ടാവുമ്പോ ചെയ്തത്, ഇവിടെ ഉണ്ടാവുമ്പോ എന്തുകൊണ്ട് അന്ന് ചോദ്യം ചെയ്തില്ല? എല്ലാരും അതിന്റെ ഓളത്തിൽ എടുത്തു പോയി. ഒന്ന് വായിവിട്ട് ആ സമയത്ത് ഞാൻ ഒന്ന് പറയാൻ വിട്. ഞാൻ പറയുമ്പോ ഒന്ന് പറയട്ടെ. ഒരു കാര്യം, ഞാൻ ഇവിടെ ഇത് കളിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ 10-40 വയസ്സായ അച്ചായൻ ഇവിടെ ഉണ്ടായിരുന്നു. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായ വിക്കീത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നിയാദ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ അസ്പാക്ക് ഇവന്റെ ബായിൽ അണ്ണാക്കില് പിരിവെട്ടിയാന്ന് അല്ലെ പള്ളിയിൽ നേർച്ച കൂടാൻ പോയ നീ പള്ളിയിൽ ഇൻട്രസ്റ്റോട് കൂടി ഞാൻ ഇത് അങ്ക് ചട്ടിയിട്ട് തുള്ളാൻ വേണ്ടിട്ട് ഞാൻ തുള്ളിയതല്ല. ഇവിടെ ഒരു റൂളാക്കി, ഇവിടെ ഒരു സ്പിൻ ബോൾ ഇങ്ങനെ ഒരു സാധനമാക്കി. റൂൾ ഈസ് റൂൾ. ഇത് പറഞ്ഞിട്ട് വരുന്ന കുറച്ച് നാറുകൾ ഉണ്ടല്ലോ പൊന്നു മക്കളെ. നിങ്ങളിപ്പോ എവിടെ പോയി? പൊത്തിന്റെ ഉള്ളിൽ പോയിട്ട്. അതെ റൂൾ ഈസ് റൂൾ എന്ന് പറഞ്ഞ് കൊറേ പോളിട്ട് യെസ് പറഞ്ഞിട്ടാണ് ചെയ്തത്. ഒളിച്ച കുർബാന കൂടാൻ പോയടാ നീയല്ലിപ്പോ. ഞാൻ ഒരു കാര്യം ആ സമയത്ത് ഇവന് ഈ ഡയലോഗ് പറയണം. അന്നേരം ഈ ഡയലോഗ് ഇല്ലേ? കാരണം എന്താ അറിയോ, ഒരു കാര്യം പറയട്ടെ. ഇതെന്താ അറിയോ, ഒരു കൂട്ടത്തിൽ കൂടുമ്പോൾ ആ കൂട്ടത്തിൽ തെറ്റ് നടക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും അതിനെ യോജിക്കുന്നുണ്ടെങ്കിൽ അതിനെ എല്ലാവരും വാഴ്ത്തും. അതിനെ തെറ്റായിട്ട് ആരും കാണൂല. ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു തെറ്റ് നടക്കുമ്പോൾ ആരും അതിനെ കുറിച്ച് ഇതാക്കില്ല. എല്ലാവരും സപ്പോർട്ടീവാണ്. ആ പരിപാടിയാണ് ഇവനും അടക്കം ചെയ്തത്. എന്നേരം ഒന്നും ബായി ഉറക്കൂല, എന്നേരം ഒന്നും മിണ്ടൂല, എന്നേരം ഒന്നും ഇതാക്കൂല. ഇപ്പൊ സ്വന്തം കാര്യം വരുമ്പോ ഞാൻ ചെയ്തത്? അനക്കെന്ത് ഇൻട്രസ്റ്റ് ഉണ്ടോ ഷട്ടിയിട്ട് തുള്ളാൻ വേണ്ടി? ഞാൻ എന്തുകൊണ്ട് ചെയ്തു? ഓഡിയൻസ് പറഞ്ഞു, നിങ്ങൾ പോൾ ചെയ്തു. ഞാൻ അത്ര പറഞ്ഞു, എനിക്ക് ഒരു കല്യാണം കഴിക്കണ്ടെന്ന് പോലും ഞാൻ പറഞ്ഞു. അതൊന്നും ആരും കണക്കിലെടുത്തില്ല. നിങ്ങൾ പറഞ്ഞു ഞാൻ ചെയ്തു. ആസ് എ സ്ട്രീമർ ഞാൻ എന്റെ കാര്യം ചെയ്തു. എന്റെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റർടൈൻ ചെയ്യില്ല. നീ ഈ മങ്കി കയറിയിട്ട് അപ്പൊ എന്തുകൊണ്ട് സോഷ്യൽ പ്രതിബദ്ധതയുള്ള നീ എന്തുകൊണ്ട് പെണ്ണുപിടിക്കാൻ നിൽക്കുന്നു? എന്ത് പെണ്ണുപിടിക്കാൻ? ഞാൻ ഒരു കാര്യം പറയാം. ഞാനും പൊട്ടരാ, നീയും പൊട്ടരാ. നമ്മള് ശ്രീനിവാസാ, നമ്മള് കോമാളികളാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുമ്പോ ഇത് അല്ലാണ്ട് ഞാൻ പറയുന്നത് കേക്ക്. ഈ ഒരു വിഷയത്തിന് ശേഷം എനിക്ക് ഉറപ്പായിരുന്നു അത്ര ഈസി ആയിരിക്കില്ല ഇനി ഈ ഗ്യാങ്ങിന്റെ മുന്നോട്ടുള്ള. അല്ല, ഈസി ആയിരുന്നു ഗൈസ്. ഈ ഒരു ലൈവ് ചെയ്തതിന് ശേഷം ഏതാണ്ട് ഒരു 10-15 ലൈവ് ഷമീർ ഒറ്റയ്ക്ക് തുടങ്ങി ചെയ്തു പോക്കുന്നുള്ളത്. ഈ ഹനാൻഷ കീപ്പ് ചെയ്യുന്ന ഒരു തരം ഫീൽ ഗുഡ് പരിപാടിയും പിന്നെ ആ ലൈവിനകത്ത് ഹനാൻഷനെ ത്രൂ ഔട്ട് ലൈവ് കൊണ്ടുപോകുന്നൊരു പാറ്റേൺ ഉണ്ട്. ഹനാൻഷാക്ക് വേണമെങ്കിൽ ആ പാറ്റേൺ വേറൊരാൾക്ക് കൈമാറിയിട്ട് അവരിലൂടെ കൊണ്ടുപോകുക എന്നുള്ള സ്കീം വേണമെങ്കിൽ നോക്കാം. അതെ നോക്കട്ടെ. നമുക്ക് എന്തായാലും ഷമീർ പറയുന്നത് കണ്ടുനോക്കാം. ചെയ്യുന്നത് ഓക്കെ. ഷമീറിന് റിപ്ലൈ ഉണ്ട് ഇതിനകത്ത്. വൈ ഹോം എല്ലാം കുറച്ച് നാൾ വീട്ടിൽ വന്ന് ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് ചെയ്യാന്ന് വിചാരിച്ചു. കുറേ നാളായല്ല അവിടെ നിന്ന് തന്നെ കുറച്ച് നാൾ വീട്ടിൽ വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഇതെന്താ ഇഷ്യൂ? ഇതെന്താ ഇഷ്യൂ ഒന്നുമില്ല ഇഷ്യൂ ഒന്നുമില്ല. എന്ത് ഇഷ്യൂ? വൈ ഹോം എല്ലാം കുറച്ച് നാൾ വീട്ടിൽ വന്ന് ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് ചെയ്യാന്ന് വിചാരിച്ചു. കുറേ നാളായല്ല അവിടെ നിന്ന് തന്നെ കുറച്ച് നാൾ വീട്ടിൽ വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇഷ്യൂ എന്താ ഇഷ്യൂ ഒന്നുമില്ല. ഇഷ്യൂ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഓനല്ലേ പറഞ്ഞത്. അപ്പോൾ ഓൻ തന്നെ പറയട്ടെ ഇഷ്യൂ എന്താന്നുള്ള. ഓൻ തന്നെ പറയട്ടെ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓനെല്ലാം എന്തോ ആന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഓൻ തന്നെ ക്ലിയർ ചെയ്യട്ടത്. ഞാൻ ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഓനാന്ന് പറഞ്ഞത്. അപ്പോൾ ഓൻ തന്നെ അത് ക്ലിയർ ചെയ്യട്ടെ. കുറച്ച് കാര്യങ്ങളുണ്ടാ, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അല്ല ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ലൈവിൽ പറഞ്ഞതായിരിക്കാം അങ്ങനെയൊക്കെ. ഓക്കെ ഉണ്ട്. അത് സോൾവ് ആക്കും. അത് നമ്മളെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് നമ്മൾ സോർട്ട് ചെയ്തോളും. അത് സോർട്ട് ചെയ്ത് തീർക്കും. അത്രേ ഉള്ളൂ. ഈഗോ പറഞ്ഞോ. നോ സീൻ. ഈഗോ ഇതൊക്കെ കമന്റ് ഇട്ട് അതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് നമുക്ക് അത്രയും ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ആരെയും തെളിയിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് തോന്നുന്നില്ല. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഷമീർ അങ്ങനെ കാര്യങ്ങളൊന്നും വിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ തീർക്കും.
പേഴ്സണൽ ഇഷ്യൂസ് ആണ്, തീർക്കും എന്നുള്ളൊരു ഹോപ്പ് പറയുന്നുണ്ട്. അതെ അതെ, എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കട്ടെ. ഫുൾ വീഡിയോ കാണണമെങ്കിൽ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. ഓക്കെ, ലൈവിന്റെ ഫുൾ പാർട്ടൊക്കെ അതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. സോ വലിയ പറയുന്ന കാര്യങ്ങളായിട്ട് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം 2 ലൈവിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു, അതിനെ തുടർന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി, അതൊക്കെയാണെന്ന് തോന്നുന്നു. സോ എന്തായാലും രണ്ടുപേരും 2 ഭാഗത്താണ് ഇപ്പോൾ. അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് അടിക്കുക. മറക്കാതെ തന്നെ കമന്റ് അടിക്കണേ, ലൈക്ക് അടിക്കണേ. ഇതിൽ മികച്ച നല്ലൊരു വീഡിയോയുമായി അടുത്ത് കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ്.